സങ്കീർത്തനങ്ങൾ അധ്യായം 105. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുവിൻ. തൻ്റെ നാമം വിളിച്ച ജാതികളിൽ തൻ്റെ ക്രിയകളെ അറിയിപ്പിൻ. തന്നെ സ്തുതിച്ചു തനിക്ക് പാടുവിൻ. തൻ്റെ സകല അത്ഭുത പ്രവൃത്തികളെയും പ്രസിദ്ധപ്പെടുത്തുവിൻ. തൻ്റെ വിശുദ്ധിയുടെ നാമം സ്തുതിപ്പിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. കർത്താവിനെ അന്വേഷിച്ച് ശക്തിപ്പെടുവിൻ. സദാ നേരവും തിരുമുഖം അന്വേഷിപ്പിൻ. താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർക്കുവിൻ. തൻ്റെ അത്ഭുതങ്ങളും തൻ്റെ അരുളപ്പാടുകളും ഓർക്കുവിൻ. തൻ്റെ ഭൃത്യനായ അബ്രാഹാമിൻ്റെ സന്തതിയും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ പുത്രന്മാരുമേ, താൻ നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. സകല ഭൂമിയിലും തൻ്റെ പ്രമാണങ്ങൾ ഉണ്ട്. താൻ 1000 തലമുറയിലേക്കും കൽപ്പിച്ചിട്ടുള്ള വചനമായ തൻ്റെ ഉഭയസമ്മതത്തെ ഓർത്തിരിക്കുന്നു. അത് താൻ അബ്രാഹാമിനോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും ഇസഹാക്കിനോടുള്ള ആണയുമാകുന്നു. അതിനെ യാക്കോബിന് ഒരു നിയമവും ഇസ്രായേലിന് നിത്യ ഉടമ്പടിയുമായി താൻ സ്ഥിരപ്പെടുത്തി. നിന്റെ അവകാശത്തിനോഹരിയായി കനാൻ ദേശം ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അവർ എണ്ണത്തിൽ ചുരുക്കമായിരുന്നു. അതേ, ഏറ്റവും ചുരുങ്ങിയവരും പരദേശികളുമായിരുന്നു. അവർ ഒരു ജനത്തിൽ നിന്ന് മറ്റൊരു ജനത്തിലേക്കും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കും നടന്നുകൊണ്ടിരുന്നു. അവരെ ഞെരുക്കുവാൻ താൻ ഒരുവനെയും സമ്മതിച്ചില്ല. താൻ അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുതെന്നും എൻ്റെ ദീർഘദർശിമാരോട് തിന്മ ചെയ്യരുതെന്നും കൽപ്പിച്ചു. പിന്നെ താൻ ദേശത്ത് ക്ഷാമം വരുത്തി. ഗോതമ്പിൻ്റെ തണ്ടിനെ അശേഷം തകർത്തു. താൻ അവർക്ക് മുമ്പേ ഒരു മനുഷ്യനെ അയച്ചു. ആയത് അടിമയായി വിൽക്കപ്പെട്ട യൗസേപ്പിനെ തന്നെ. അവൻ്റെ കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവനെ ഇരുമ്പ് കൂട്ടിലിട്ടു. കർത്താവിൻ്റെ വചനം സ്ഥിരപ്പെട്ടതുവരെയും തൻ്റെ അരുളപ്പാട് അവനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. രാജാവാളയച്ച് അവനെ വിടുവിച്ചു. അവനെ തൻ്റെ ജനത്തിന്മേൽ അധികാരിയാക്കി. അവൻ്റെ ഇഷ്ടം പോലെ അധികാരികളെ കുറ്റപ്പെടുത്തുവാനും പ്രധാനികളോട് ഉപദേശിപ്പാനുമായിട്ട് തൻ്റെ ഭവനത്തിന്മേൽ കർത്താവ് തൻ്റെ സർവസമ്പത്തിന്മേലും അധികാരിയെയും ആയിട്ട് അവനെ നിയമിച്ചു. പിന്നെ ഇസ്രായേൽ മിസ്രയീമിലേക്ക് പ്രവേശിച്ചു. യാക്കോബ് ഹാമിൻ്റെ കൂടാരത്തിൽ വസിച്ചു. താൻ തൻ്റെ ജനത്തെ എത്രയും വർദ്ധിപ്പിച്ച് ശത്രുക്കളേക്കാൾ ബലമുള്ളവരാക്കി തീർത്തു. തൻ്റെ ജനത്തെ ദോഷിപ്പാനും തൻ്റെ ഭൃത്യന്മാരോട് വഞ്ചന ചെയ്യുവാനും തക്കവണ്ണം അവരുടെ ഹൃദയം മാറി. താൻ തൻ്റെ ഭൃത്യനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു. താൻ അവർ മുഖാന്തരം അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് തൻ്റെ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. താൻ അന്ധകാരം അയച്ചിരുട്ടാക്കി. അവർ തൻ്റെ വചനത്തോട് മത്സരിച്ചു. താൻ അവരുടെ വെള്ളം രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നു. അവരുടെ ദേശത്തും രാജ്യഗൃഹങ്ങളിലും തവളകൾ കൊണ്ട് നിറഞ്ഞു. താൻ അരുളി ചെയ്തപ്പോൾ അവരുടെ അതിർത്തികളിലെല്ലാം വണ്ടുകളും പേനും വന്നു. അവരുടെ മഴയെ കൽമഴയാക്കി അവരുടെ ദേശത്ത് അഗ്നി ജ്വലിച്ചു. താൻ അവരുടെ മുന്തിരിവള്ളികളെയും അത്തിപ്പഴങ്ങളെയും തല്ലിക്കളഞ്ഞു.
അവരുടെ അതിർത്തികളിലുള്ള വൃക്ഷങ്ങളെയും തകർത്തു. താൻ കൽപ്പിച്ചു അവരുടെ ദേശത്തൊക്കെയും അസംഖ്യം വെട്ടുക്കിളികളും ചാഴികളും വന്നു. അവ അവരുടെ ദേശത്തിലെ സസ്യങ്ങളെയും ഫലങ്ങളെയും തിന്നൊടുക്കിക്കളഞ്ഞു. താൻ മിസ്രയീമിലെ സർവ്വസന്താനങ്ങളുടെയും തലയായ കടിഞ്ഞൂലിനെ എല്ലാം കൊന്നു. താൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ബലഹീനനായ ഒരുവനും ഇല്ലായിരുന്നു. അവരെ കുറിച്ചുള്ള ഭയം മിസ്രയീമ്യരുടെ മേൽ വീണിരുന്നതുകൊണ്ട് അവർ പുറപ്പെട്ടപ്പോൾ അവർ സന്തോഷിച്ചു. താൻ മേഘം അവരുടെ മേൽ വിരിച്ചു തണലുണ്ടാക്കി, അഗ്നി കൊണ്ട് രാത്രിയിൽ പ്രകാശമുണ്ടാക്കി. അവർ ചോദിച്ചപ്പോൾ താൻ അവർക്ക് ഭക്ഷണം വരുത്തി കൊടുത്തു. ആകാശത്തിലെ അപ്പം കൊണ്ട് അവരെ തൃപ്തരാക്കി. താൻ തീക്കല്ലു പിളർന്നു, വെള്ളം പുറപ്പെട്ടു, വരണ്ട നിലത്തുകൂടി വെള്ളമൊഴുകി. എന്തെന്നാൽ താൻ തൻ്റെ ഭൃത്യനായ അബ്രഹാമിനോടുള്ള തൻ്റെ പരിശുദ്ധ അരുളപ്പാടോർത്തു. താൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും തൻ്റെ കുഞ്ഞുങ്ങളെ മഹത്വത്തോടും കൂടി പ്രയാണം ചെയ്യിച്ചു. അവർ തൻ്റെ കൽപ്പനകളിൽ ജാഗ്രത വച്ചു, തൻ്റെ വേദപ്രമാണത്തെ ആചരിക്കേണ്ടതിന്. താൻ ജാതികളുടെ ദേശത്തെ അവർക്ക് കൊടുത്തു, ജനത്തിൻ്റെ അധ്വാനം അവകാശമായി അവർ അനുഭവിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.